ക്രിപ്റ്റോക്സ് തണുപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് കാണേണ്ട പോരാട്ടം. ജിടിയും രാജസ്ഥാനും. ഇപ്പൊ രണ്ട് ടീമിൽ 12 പോയിന്റ് ആണ്. നാലാമത്താണ് രാജസ്ഥാൻ നോക്കുമ്പോൾ, അഞ്ചാമത്താണ് ഗുജറാത്ത് ടൈറ്റൻസ്. രണ്ടുപേരും മികച്ച ഫോമിൽ കളിക്കുന്ന ടീമാണ്. അപ്പൊ ഇന്ന് കളിക്കൊരു ചൂട് പിടിക്കുന്ന കാര്യത്തിൽ സംശയങ്ങളും വേണ്ട. നമുക്കൊന്ന് പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബബിൾ ലൈനപ്പ് എന്നീ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം. മത്സരം നടക്കുക ജയ്പൂരിലാണ്. മത്സരം നടക്കുക ജയ്പൂരിലെ കണ്ടീഷൻ വെച്ചിട്ട് വലിയൊരു സ്കോറിലേക്ക് ഒന്നും പോകാൻ ചാൻസ് ഇല്ല. എന്നാൽ പോലും ഒരു 190 അല്ലെങ്കിൽ ഒരു 150 വന്നാൽ അത്ഭുതപ്പെടാനും ഇല്ലെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയോ? നമ്മള് നൈറ്റ് ഗെയിം ആയിട്ട് അത്രയധികം ചൂടൊന്നും വരാൻ ചാൻസ് ഇല്ല. ഒരു മിഡ് ആവറേജ് കണ്ടീഷൻ ഒക്കെയാണ് വരാതെ ക്ലൈമറ്റിലൊക്കെ ഒരു നല്ലൊരു മഴ വരാൻ ചാൻസ് ഇല്ല. എന്നാൽ പോലും മഞ്ഞൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്നാൽ പോലും മഞ്ഞ് ഫസ്റ്റ് ഇന്നിങ്സ് വരുന്നത് സെക്കൻഡ് ഇന്നിങ്സിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും ഇപ്പോ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ജയ്പൂർ നമ്മൾ പൊതുവെ കാണുന്നത് ഒരു 200 എടുത്താൽ പോലും അവിടെ ചേസ് ആയിട്ട് ബുദ്ധിമുട്ടുള്ള കാഴ്ച, അല്ല സോറി 200 എടുത്താൽ പോലും ഡിഫൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാഴ്ച നമ്മൾ ജയ്പൂരിൽ കാണാറുള്ളത്. നമുക്ക് ഇന്നും ഏകദേശം എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടി വരും. പക്ഷെ മികച്ച പോരാട്ടത്തിനായിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഡൊണോവൻ പെരേര ഈ സീസണിൽ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്? 264.86 അത് 30 ബോളിൽ മുകളിൽ ഫേസ് ചെയ്ത ഒരു ബാറ്ററെ കിട്ടുക മൂന്നാമത്തെ ഹൈ സ്ട്രൈക്ക് റേറ്റ് ആണ് ഇത് IPL. പിന്നെ അദ്ദേഹം 11 സിക്സസ് ആണ് ഈ ഡെത്ത് ഓവർ അടിച്ചുകൊണ്ട്. അത് ടിം ഡേവിഡാണ് സെക്കൻഡ്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോ ഡൊണോവൻ പെരേര സെക്കൻഡ്, ടിം ഡേവിഡ് ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് 12 ഡേവിഡ് ഒന്നാം സ്ഥാനത്താണ്. പിന്നെ മുഹമ്മദ് സിറാജിന്റെ എക്കണോമി നമ്മൾ എടുത്ത് പറയണം. പവർ പ്ലേയിൽ 6.92. അത് ബെസ്റ്റ് ഇൻ സീസൺ ആണ്. അഖിലേഷ് കാര്യം മുമ്പിലുള്ളത്. പിന്നെ ശുഭൻ ഗിൽ വളരെ കെയർഫുൾ ആയിട്ട് ജോഫർ ആൻഡ്രസിനെതിരെ കളിക്കേണ്ടി വരും. കാരണം ആർച്ചറിനെ ഗില്ലിനെ കണ്ടാൽ പ്രാന്താണ്. പിന്നെ പരാഗിന്റെ കാര്യം, പരാഗ് ഇപ്പൊ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോൾഡറിന്റെ മുമ്പിൽ പരാഗ് അങ്ങനെ പിടിച്ച കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈഭവ് സൂര്യവംശി കഴിഞ്ഞ കൊല്ലം മെയ്ഡ് T20 സെഞ്ചുറി അടിച്ചത് ജിടിക്കെതിരെയാണ്. അത് ഈ സീസണിൽ മറക്കില്ല. ജിടിയുടെ ബോളേഴ്സ് കണ്ടാൽ കൂടുതൽ ഇമ്പാക്ട് 15 കാര്യം 15 ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിലാണ് രാജസ്ഥാൻ വിശ്വസിക്കുന്നത്. ജിടിയുടെ ബോളിംഗിലൊക്കെ നറബാഡയും റാഷിദും സിറാജും മികച്ച രീതിയിൽ ഈ 3 ബോൾ കണ്ടിരിക്കുന്നത്. കാര്യത്തിൽ സംശയങ്ങളും വേണ്ട. പിന്നെ രാജസ്ഥാൻ കാര്യത്തിൽ ജോഫർ ആർക്കും മികച്ച രീതിയിൽ എറിയുന്നുണ്ട്. അതേപോലെ ഇപ്പൊ നമ്മുടെ ബ്രിജേഷ് ആയാലും തുഷാർ ദേശ്പാണ്ഡെ ആയാലും മികച്ച രീതിയിൽ നമ്മുടെ നെൻഡേ ബർഗറിന്റെ സംശയങ്ങളുടെ അദ്ദേഹമാണ് ഇപ്പോൾ റോക്ക് കളറായിട്ട് വരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പകരം ഇനി പേഡൻ മില്ലോ അതേപോലെ നമ്മുടെ കേനാപ്പൊക്കെ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പൊ ധ്രുവ്ചുറിന്റെ കാര്യം, ധ്രുവ്ചുറിന് IPL അത്ര മികച്ച ഫോമിൽ കളിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും 1-2 50s ഒക്കെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 3 50s അദ്ദേഹം എടുത്തിട്ടുണ്ട് സീസണിൽ. പിന്നെ ഇപ്പോൾ മറ്റൊരു കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിഷാന്ത് സിന്ധു മികച്ച ഡെബ്യൂ പ്ലെയർ ആണ്. അദ്ദേഹം കഴിഞ്ഞ കളി വിന്നിംഗ് ഡൊമിനേഷൻ നേടിയാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ മാറ്റാനുള്ള സാധ്യത കുറവ് തന്നെയാണ് ഇപ്പോ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സായി കിഷോർ ഒന്നും പുറത്തിരിക്കാണ്ട് സാധ്യതയാണ് കൂടുതലും കാണുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നു. അതായത് ആൻഡ്രേ ബർഗർ ഒരു പക്ഷേ ആഡം മില്ലിനും കേനാപ്പൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് രണ്ട് ടീമിന്റെയും സാധ്യത നിലവിൽ നമുക്ക് നോക്കാം. ഇപ്പൊ രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്ന യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും കൂടി തന്നെ ഓപ്പൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്പർ 3 ധ്രുവ്, നമ്പർ 4 ഡൊണോവൻ പെരേര വരും. നമ്പർ 5 റിയാൻ പരാഗ്, നമ്പർ 6 രവീന്ദ്ര ജഡേജ, നമ്പർ 7 ശുഭം ദുബെ, നമ്പർ 8 ദാസുൻ ഷനാക ഓർ ആൻഡ്രേ ബർഗർ അവിടെ ചാൻസ് ഉണ്ട്. നമ്പർ 9 ജോഫർ ആർച്ചർ, നമ്പർ 10 രവി ബിഷ്ണോയ്, നമ്പർ 11 ബ്രിജേഷ് ശർമ്മ, ഇമ്പാക്ട് ആയിട്ട് തുഷാർ ദേശ്പാണ്ഡെ. ഒരു പക്ഷെ അല്ലെങ്കിൽ പിന്നെ ഹെറ്റ്മാരെ കളിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവൻ ആൻഡ്രേ ബർഗർ ഷനാക്ക് പുറത്തേക്ക് ഹെറ്റ്മാരെ കളിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ പേസർ ടീമിലേക്ക് അറിയാൻ സാധ്യത കൂടുതലാണ്. ജിടിയുടെ കാര്യത്തിലൊക്കെ ശുഭ്മൻ ഗില്ലും സായി സുരേഷും ഓപ്പൺ ചെയ്താൽ ജോസ് ബട്ട്ലർ നമ്പർ 3, നിഷാന്ത് സിദ്ധു നമ്പർ 4, വാഷിംഗ്ടൺ നമ്പർ 5, ഹോൾഡർ നമ്പർ 6, തവാട്ട നമ്പർ 7, റാഷിദ് ഖാൻ നമ്പർ 8, മാനവ് സുത്തർ നമ്പർ 9, അർഷാദ് ഖാൻ നമ്പർ 10, കാഗി സോറാബാഡ നമ്പർ 11, സിറാജ് ഇമ്പാക്ട് ടീം. മികച്ച പോരാട്ടം സാധിക്കട്ടെ. നമ്മുടെ അഭിപ്രായത്തിൽ ഈ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് വിജയിക്കുമെന്നാണ്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളോ നമ്മൾ വീണ്ടും എത്താം.